വടക്കേക്കര പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് വി.എസ്. സന്തോഷ് അവതരിപ്പിച്ചു. ലൈഫ് മിഷൻ പദ്ധതി, മാലിന്യ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഓരുവെള്ള ഭീഷണി തുടങ്ങി പ്രധാന വിഷയങ്ങൾക്ക് ഊന്നൽ നൽകി അവതരിപ്പിച്ച ബജറ്റ് സമ്മേളനത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വടക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ അവശേഷിക്കുന്ന മുഴുവൻ വീടില്ലാത്തവർക്കും വീടും സ്ഥലവും ഇല്ലാത്തവർക്കും അത് ലഭ്യമാക്കുന്നതിനുള്ള ലൈഫ് ഭവന പദ്ധതി, തീരമേഖലയെ ആകെ ബാധിക്കുന്ന ഓരുവെള്ള ഭീഷണി തടയുക, സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം, അതിദരിദ്ര നിർമ്മാർജ്ജനം തുടങ്ങിയ 4 പ്രധാന പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് 2025-26 വർഷത്തിലെ ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി.എസ്. സന്തോഷ് അവതരിപ്പിച്ചത്. സ്കൂളുകൾ നമുക്ക് 6 എണ്ണമാണുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനം വലിയ തോതിൽ സാധ്യമാക്കിയ കാലഘട്ടമായിരുന്നു പോയ വർഷങ്ങൾ. മികവിന്റെ കേന്ദ്രങ്ങളായി സ്കൂളുകളെ മാറ്റി തീർക്കുന്നതിന്റെ ഭാഗമാണ് ഭൗതിക സാഹചര്യ വികസനത്തിനോടൊപ്പം സ്കൂളുകളിൽ വരും തലമുറയെ ശാസ്ത്രീയമായി ചിന്തിപ്പിക്കുവാനും ശാസ്ത്രോത്സവം പ്രകൃതിയെയും ചുറ്റുപാടുകളെയും തനത് സ്വരൂപത്തിൽ മനസ്സിലാക്കുവാനും വിലയിരുത്തുവാനും ജൈവ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള അറിവ് പകരുന്ന വിജ്ഞാനോത്സവങ്ങൾ, കലാ സാഹിത്യ സംഗീത അഭിരുചി വളർത്തുവാനുള്ള സർഗോത്സവങ്ങൾ, ഗണിതശാസ്ത്രത്തിൽ നൈപുണ്യം നേടുവാനുള്ള ഗണിതോത്സവങ്ങൾ, കായിക ശേഷി കൈവരുത്തുവാനുള്ള കായിക മത്സരങ്ങൾ എന്നിങ്ങനെ കുട്ടികളുടെ സർവ്വതോന്മുഖമായ വികസനത്തിലുള്ള ഇടപെടലുകൾ പഞ്ചായത്തുമായി സഹകരിച്ച് നമ്മുടെ സ്കൂളുകൾ നടത്തിവരുന്നു. 37,79,32,100 രൂപ വരവും 37,66,31,100 രൂപ ചെലവും 30,53,488 രൂപ മിച്ചവും പ്രതീക്ഷിച്ചാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ബജറ്റ് സമ്മേളനത്തിന് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രശ്മി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.എസ്. സനീഷ്, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബാബു തമ്പുരാട്ടി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മിനി വർഗീസ് മാണിയാറ, ബീന രത്നൻ, ലൈജു ജോസഫ്, ബ്ലോക്ക് മെമ്പർ സിംന സന്തോഷ്, വടക്കേക്കര പഞ്ചായത്ത് സെക്രട്ടറി അജിത എ.കെ, പഞ്ചായത്ത് അംഗങ്ങൾ, ഘടന മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ ഈ ബഡ്ജറ്റിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് വരാൻ പോകുന്ന കാലത്തിനകത്ത് നൂതനമായ അല്ലെങ്കിൽ കെ സ്മാർട്ട് പോലുള്ള പദ്ധതികൾ കേരളത്തിനകത്ത് നടപ്പിലാക്കുക എന്നത് ലോകം തന്നെ നോക്കിക്കാണുന്ന ഒരു സവിശേഷതയിലേക്ക് പോകുമ്പോൾ അതിന് തയ്യാറായി നമ്മുടെ പഞ്ചായത്തും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. നമ്മൾ പലപ്പോഴും തൊഴിലിടങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മക്കൾക്കോ പഠനത്തിനോ വീട്ടിന്റെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന സർട്ടിഫിക്കറ്റുകൾ പലപ്പോഴും ലീവ് എടുത്ത് ദിവസങ്ങൾ പോകേണ്ട കാലത്തിനകത്ത് മാറി അവധി എടുക്കാതെ തന്നെ വിരൽത്തുമ്പിലൂടെ സർട്ടിഫിക്കറ്റിൽ കിട്ടുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ ത്രിതല സംവിധാനം മാറാൻ പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, പറവൂർ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.